രാഹുൽ ഈശ്വർ എന്ന ആളെ ഞാൻ പോലും പേഴ്സണലി പുള്ളിയെ ഈ നമ്മളെ തിരുവനന്തപുരം ഭാഷ ഇവിടെ താറ്റിയിട്ടിരുന്നത് അയാൾ പറയും മീൻസ് ഞാൻ തനിക്ക് വേറെ ജോലിയില്ല എന്ന് പറയുന്ന ആളാണ്. അവസാനം എനിക്കൊരു പ്രോബ്ലം വന്നപ്പോൾ രാഹുലാണ് എന്നെ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വളരെ ഇതായിട്ട് എനിക്ക് രാഹുലിനെ വർഷങ്ങളായിട്ട് നാഷണൽ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എങ്കിലും ഞാൻ പുള്ളി അങ്ങനെ ഒരു ഇതിലല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പം അതിൻ്റെ എന്നോട് FIR ചോദിക്കുന്നു, ഞാൻ FIR അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് പുള്ളി പഠിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, FIR ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും അത് ഫ്രെയിംഡ് ആണോ എന്താണെന്നുള്ള കാര്യം. കാരണം പരാതി കൊടുത്തിരിക്കുന്നത് 3 മാസത്തിന് ശേഷമാണ്. മനസ്സിലായില്ലേ? പരാതിക്ക് വേറെ ബേസ് ഒന്നുമില്ല. പിന്നെ നിർബന്ധിച്ച് ഫോട്ടോഷൂട്ട് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്നും അവർ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസും കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോഴേ ഇത് പൊളിഞ്ഞു. ഇത് കോടതി പോയപ്പം ജഡ്ജിന് ഈ സാധനം കണ്ടപ്പോൾ അപ്പം പൊളിഞ്ഞു. അല്ലെങ്കിൽ ഒരു ആൻസിപ്പറ്റ് ഒരിക്കലും തരില്ല. അതെ അതെ, അത് ബോക്സോയില്ലേ. കാരണം ജഡ്ജിന് സാധനം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം 3 മാസം കഴിഞ്ഞിട്ട് ഒരു പരാതി എന്ന് പറഞ്ഞാൽ അതും എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആരോപണങ്ങളാണ്. ഒരു പോക്സോ വരുത്തണം, അത്രേ ഉള്ളൂ. പൊളിഞ്ഞു. മെഡിക്കൽ എടുത്തപ്പോൾ പൊളിഞ്ഞു. മെഡിക്കൽ എടുക്കാനായിട്ട് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി ശരി ശരി. അങ്ങനെ അലിഗേഷൻ പറയാൻ പറ്റില്ല. കാരണം ഈ ഷൂട്ട് നടത്തത് ഏകദേശം ഒരു 30-40 ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഈ വന്ന 30 പേരെയും പോലീസ് ചോദ്യം ചെയ്തു. ഈ 30 പേഴ്സൺസിനെ 1 by 1 പോലീസ് ചോദ്യം ചെയ്തു. CCTV വിഷ്വൽസ് എവറിത്തിങ് എല്ലാത്തിലും പാളിപ്പോയി. മനസ്സിലായില്ലേ? നമ്മൾ പോലും അറിയാതെ ദൈവം ഒരു അദൃശ്യമായിട്ടുള്ള തെളിവ് നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്ന പറയുന്ന പോലെ ഈ കുട്ടി എന്നോട് പൈസ വലിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറിൻ്റെ അകത്ത് ബ്ലൂടൂത്തിൽ ആണ് ഈ കോൾ അടിക്കുന്നത്. പിന്നെ കാറിൻ്റെ അകത്ത് ഡാഷ് ക്യാമറ ഉണ്ട്. ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡാഷ് ക്യാമറ. അവർക്കൊരു പ്രൊമോഷൻ ആവണേ ആവട്ടെ. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എനിക്ക് അയാളോടാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് നമ്മുടെ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കിള്ളിപ്പാളത്ത് ഒരു കടയുണ്ട്. സീരിയസ്ലി അല്ലേ, പുള്ളി എനിക്ക് ഒരു ദിവസം വിളിച്ചിട്ട് ഈ ക്യാമറ കോംപ്ലിമെൻ്ററി ആയിട്ട് പുള്ളിയുടെ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്ത് സക്സസ് ആയതുകൊണ്ട് സൺ ഫിലിമിൻ്റെ എനിക്കൊരു ക്യാമറ കോംപ്ലിമെൻ്ററി ആയിട്ട് പുള്ളി തന്നു. അപ്പം ഞാൻ വണ്ടി നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ക്യാമറ വെക്കണോ വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ വെച്ചിടണം, നിനക്ക് ഉപകാരപ്പെടും, വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും, ബാക്കിലും ഫ്രണ്ടിലും വണ്ടിക്കകത്തൊക്കെ ക്യാമറ വെച്ചത്. അപ്പം ഞാനത് വളരെ ഒരു വൈമുഖ്യത്തോടു കൂടിയാണെങ്കിൽ വെച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വകാര്യമായി വണ്ടി ഇരുന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യും, തെറ്റാണെങ്കിലും അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വേണ്ട, വേണ്ട. പലരും നമ്മുടെ വണ്ടി വരുന്നതാണ്, സുഹൃത്തുക്കളൊക്കെ അടിക്കാറുണ്ട്. പലർക്കും അത് പുറത്ത് അറിയുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ഹിപ്പോക്രസി ഇല്ലാത്തതുകൊണ്ട് വിഷയമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കോള് ബ്ലൂടൂത്ത് എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയെ വിളിക്കുന്ന കോൾസ് ഓട്ടോമാറ്റിക്കലി ഈ ഡാഷ് ക്യാമിൽ റെക്കോർഡായി. അതെൻ്റെ ജീവിതത്തിൽ അത് വലിയ തെളിവായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം പോലും നമ്മളറിയാതെ ഒരു അദൃശ്യമായ തെളിവ് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാനായിട്ട് വെച്ചു എന്ന് പറയുന്നത്.